ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കരിക്ക് കൊണ്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വെറും 3 ചേരുവകൾ മാത്രം മതി. കടയിൽ നിന്ന് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല റേറ്റാണ്. പക്ഷേ ഇത് നമുക്ക് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഇത്രയും നമുക്ക് വേണ്ട. നിങ്ങൾ ഒരു കപ്പ് എടുക്കുക, അളവ് കപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കുക. എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കാൻ നോക്കുക. നമുക്ക് ഒരു കപ്പ് കരിക്കിൻ്റെ കാമ്പാണ് വേണ്ടത്. ഒരു കപ്പ് കാമ്പിന് ഒരു കപ്പ് വെള്ളം മതി. വെള്ളം കുറച്ച് കലങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ കരിക്ക് പൊട്ടിച്ചതിന് ശേഷം രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കളറ്. ഇനി നമുക്ക് ഒരു കപ്പ് കാമ്പിൽ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടല്ല അരച്ചെടുത്തത്, ചെറിയ ചെറിയ തരികളുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ കരിക്കിൻ്റെ വെള്ളമൊക്കെ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വിപ്പിംഗ് ക്രീമും അളന്നെടുക്കുക. ഞാനിപ്പോൾ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിന് മധുരം അതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് പഞ്ചസാര വേറെ ചേർക്കണ്ട. അപ്പം നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര കൂടി പൊടിച്ച് ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാനുള്ള പാത്രവും ആ ബീറ്ററിൻ്റെ ആ പാർട്ടും ഒക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസറിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. വിസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നേരത്തെയുള്ള റെസിപ്പീസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറ് ഫ്രീസറിൽ 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. വിപ്പിംഗ് ക്രീമും നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കുക. ബീറ്റ് ചെയ്യണതിന് 1 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഹൈ സ്പീഡിൽ വേണം നമ്മൾ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഓഫ് ചെയ്യുക ഒരു 10 സെക്കൻഡ്. അത് കഴിഞ്ഞ് പിന്നെയും 30 സെക്കൻഡ് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓഫ് ചെയ്യുക. ഇങ്ങനെ നിർത്തി വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് ഓണാക്കുന്നത് ജാറ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജാറ് ചൂടായാൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മളിങ്ങനെ ബീറ്റർ എടുക്കുമ്പം ഇതുപോലെ പൊങ്ങിയിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന കരിക്കും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കരിക്ക് അരയ്ക്കുമ്പോൾ വെള്ളം കൂട്ടി അരയ്ക്കരുത്, എന്നാൽ ഐസ്ക്രീം സെറ്റായിട്ട് വരില്ല, വെള്ളം പോലെ ഇരിക്കും. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുകയാണ്. ബട്ടർ പേപ്പർ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഐസ് പോലെ വരില്ല. ഇത് അടച്ചിട്ട് നമുക്ക് 8 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ അത് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ബട്ടർ പേപ്പർ എടുത്തു മാറ്റാം. കണ്ടോ, നല്ല തൂവെള്ള ഐസ്ക്രീമാണ്. എൻ്റെ കയ്യിൽ കോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് ഞാൻ വെച്ചു കൊടുക്കുകയാണ്. ഇവിടെ നല്ല ചൂടാണ്, 43 ഡിഗ്രി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐസ്ക്രീം അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടില്ല, പക്ഷെ കരിക്ക് എല്ലായിടത്തും കിട്ടുമല്ലേ. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.